ഒട്ടും പ്രീ പ്ലാൻഡ് അല്ലാത്തൊരു റിസോർട്ട് സ്റ്റേ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അതുപോലൊരു സ്റ്റേ ആയിരുന്നു നമ്മൾ വയനാട് റിസോർട്ടിൽ. കാരണം നമ്മൾ നാട്ടിൽ നിന്ന് നേരെ ചെന്നൈയിലേക്ക് പോകണം. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ബാംഗ്ലൂർ ഒരു സൈറ്റ് ഉണ്ട്, അവിടേക്ക് പോകണം. അതിൻ്റെ മുന്നേ ഈ പറഞ്ഞ റിസോർട്ടിൽ കൂടല്ല അപ്പേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഷെയർ കൂടിയുണ്ട്. അപ്പോൾ അവർ അവിടെ താമസിച്ചിരുന്നു. അപ്പോൾ അവരുടെ ബാഗ് കാര്യങ്ങളൊക്കെ എടുക്കണം നമുക്ക് ബാംഗ്ലൂരേക്ക് പോകാൻ. ആ ഒരു കാര്യം കൊണ്ട് ആണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റിസോർട്ടിലെത്തി പെട്ടത്. അപ്പോൾ ഓക്കെ, നമ്മളവിടെ ചെല്ലാം, കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്യാം, മോനെ ഒന്ന് പൂളിലൊക്കെ ഇറക്കാം, എന്നിട്ട് നേരെ ബാംഗ്ലൂരേക്ക് പോവാം. ദെൻ അവിടെ നിന്ന് നെക്സ്റ്റ് ഡേ ചെന്നൈയിലേക്ക് തിരിക്കാമെന്നുള്ള പ്ലാനിങ് ആയിരുന്നു. അങ്ങനെ ഇവിടെ എത്തിയതിന് ശേഷം ഇവിടെ അന്ന് ഒരുപാട് ഗസ്റ്റൊക്കെ ഉണ്ട്. പതിവ് നമ്മൾ പറഞ്ഞ പോലെ മോനെ പൂളിലൊന്ന് ഇറക്കി ഈവനിങ് ഒക്കെ ആയപ്പോൾ ഞാനൊന്ന് ഇവിടേക്കൊന്ന് ചുറ്റിക്കാണാമെന്നൊക്കെ വിചാരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ തീരുമാനിച്ചു എന്നാൽ പിന്നെ ഓക്കെ, ഇന്നിവിടെ സ്റ്റേ ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ നമുക്ക് ഇവിടുന്ന് ബാംഗ്ലൂരേക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. അങ്ങനെയാണ്. കാരണം ഇവിടെ എത്തുന്നവരെ നമ്മൾ ഇവിടെ ജസ്റ്റ് ഒന്ന് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ട് ട്രാവൽ സ്റ്റാർട്ട് ചെയ്യണമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് ഇവിടെ ഒന്ന് സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഇവിടേക്കൊന്ന് കവർ ചെയ്ത് വീഡിയോ ഞാൻ ഒരിക്കലും ഇങ്ങനൊരു വ്ളോഗ് ചെയ്യണമെന്ന് വിചാരിച്ചെടുത്ത വീഡിയോസല്ല. കാരണം എൻ്റെ ഫാമിലീസിനൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം, എന്നിട്ട് അവരെയും കൂട്ടി വരണം. കാരണം നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ഞാനും പെണ്ണും മോനുമായിട്ടൊന്നും ഇങ്ങനെ ഒറ്റയ്ക്ക് വരണമെന്ന് പ്ലാൻ ചെയ്തല്ല. അപ്പോൾ അവരെയൊക്കെ കൂട്ടിയിട്ട് എന്തായാലും വരാമെന്ന് വിചാരിച്ചിട്ട് അവർക്കൊക്കെ ഒന്ന് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് എടുത്ത വീഡിയോ ആണ്. അതുകൊണ്ടാണ് ഇങ്ങനൊരു വലിയ ക്ലാരിറ്റിയോ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഉള്ളത് വീഡിയോസൊക്കെ. അപ്പം എൻ്റെ ഒരു ഹാപ്പിനെസ്, ഞാൻ എവിടെ ചെന്നാലും ഞാനിങ്ങനെ പണ്ട് മുതലേ ഇങ്ങനെ വീഡിയോസ് എടുത്ത് നടക്കും, അല്ലെങ്കിൽ ഫോട്ടോസൊക്കെ എടുക്കും. അങ്ങനെ ഒരു രീതിയിൽ എടുത്തതാണ്. പിന്നെ എനിക്ക് ഇപ്പോൾ തോന്നി അതൊന്ന് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചൊരു വ്ളോഗാക്കാമെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ചെയ്തതാണ്. പിന്നെ അവിടെ നമുക്ക് ഫുഡൊക്കെ അവിടെ ചെന്ന് നമുക്കവിടെ പ്രിപ്പയർ ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട്. അവിടെ ഓൾറെഡി ഉള്ള ഗസ്റ്റ് ഉണ്ടല്ലോ, അവരൊക്കെ അവിടുന്ന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. നമ്മൾ പിന്നെ അങ്ങനെ ഒരു പ്ലാനിങ്ങിലല്ല വന്നത്. അപ്പോൾ അവരുടെ കൂടെ അവിടെ കുറച്ച് ബോയ്സ് ഉണ്ടായിരുന്നു അവിടെ ഗസ്റ്റായിട്ട്. അപ്പോൾ അവരുടെ കൂടെ വാവ കളിക്കാനൊക്കെ പോയി. അവർ വോളിബോൾ കളിക്കുമായിരുന്നു. അവൻ പോയി ബോൾ തട്ടി കളിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ ഒരു റിസോർട്ട് സ്റ്റേ എന്ന് പറയാം. മോനെന്തായാലും വളരെ ഹാപ്പി ആയിരുന്നു. എല്ലാവരുടെ അടുത്തും പെട്ടെന്ന് മിങ്കിളായി, അവരുടെ അടുത്തൊക്കെ കളിക്കാൻ പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഏട്ടൻ്റെ കൂടെ കളിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ദിവസം എന്ന് തന്നെ പറയാം. കൂടുതലും ഞാൻ ഇതുപോലെ ലോങ് ജേർണി ലോങ് ട്രാവലിംഗ് ഒക്കെ വരുന്ന സമയത്തൊക്കെ ഞാൻ വീഡിയോസ് എടുക്കാറുണ്ട്. അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ആദ്യമായിട്ടുള്ള എക്സ്പീരിയൻസ് അതൊക്കെ ഞാൻ വീഡിയോ എടുത്ത് വയ്ക്കാറുണ്ട്. ചിലപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ അടുപ്പിച്ച് നമുക്ക് വെറും ലോങ് ജേർണീസ്, അങ്ങോട്ട് ചെന്നൈ ടു കാലിക്കറ്റ്, അവിടെ നിന്ന് ഇങ്ങോട്ട്, അങ്ങനെ അടുപ്പിച്ച് ഇങ്ങനെ ട്രാവലിങ് വളരെ കൂടുതൽ. അതിൻ്റെ കൂടെ കുറേ പല സ്ട്രഗിളിങ്, അങ്ങനെ കുറേ കാര്യങ്ങളായതുകൊണ്ട് പിന്നെ ഞാൻ ഈ വീഡിയോസ് എടുക്കുന്നതും പോസ്റ്റ് ചെയ്യുന്നതും ഒക്കെ ഞാൻ നിർത്തിയതായിരുന്നു. എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു ഒരു കൺസിസ്റ്റൻസി ഇല്ല, കൺസിസ്റ്റൻ്റ് ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു തോന്നൽ കാരണമാണ് ഞാൻ യൂട്യൂബിൽ ഈ കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതും റീൽസും എല്ലാം ഞാൻ പതിയെ സ്റ്റോപ്പാക്കി കൊണ്ടുവന്നത്. കാരണം അതിനുള്ളൊരു സാഹചര്യം, ടൈം അങ്ങനെയൊന്നും കിട്ടാറില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ നെക്സ്റ്റ് ഡേ ആയതിന് ശേഷം മോർണിംഗ് തന്നെ വാവ എണീറ്റിട്ട് പൂളിൽ പോകണം എന്നാണ് പറഞ്ഞത്. അങ്ങനെ രാവിലെ തന്നെ പൂളിലിറങ്ങിയതാണ്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം കളിച്ച ആ ഒരു ഇതിലൊന്നും കളിക്കാൻ പറ്റിയില്ല. അപ്പം ആ നെക്സ്റ്റ് ഡേ ആയ ദിവസം ഇതാണ് അപ്പേട്ടൻ്റെ ഫ്രണ്ടാണ്, അവരുടെ ബർത്ത്ഡേ ആയിരുന്നു. അങ്ങനെ നമ്മൾ ആ ഒരു ബർത്ത്ഡേ കൂടി അവിടുന്ന് റിസോർട്ടിൽ നിന്ന് ആഘോഷിച്ചു, സെലിബ്രേറ്റ് ചെയ്തു. അവിടെ കുറച്ച് ഗസ്റ്റ് പോകാൻ നിൽക്കുന്നുണ്ടായിരുന്നു, അവരെയും കൂടി നമ്മൾ ഇൻക്ലൂഡാക്കി ഇതൊക്കെ ജസ്റ്റ് ഒന്ന് സെലിബ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ ബാംഗ്ലൂരേക്ക് യാത്ര തിരിച്ചു.
അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് റിസോർട്ടിൽ. താങ്ക് യു ഫോർ വാച്ചിങ്.